എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കെയ്ൻസിലെത്തി. അപ്പോൾ കെയ്ൻസിലെത്തി ആദ്യത്തെ ദിവസം നമ്മൾ പോകുന്നത് കെയ്ൻസിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു പ്ലേസാണ്. ഒരു ചെറിയ ഡ്രൈവാണ്. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഓസ്ട്രേലിയ ആണോ കേരള ആണെന്നുള്ളത് നമുക്ക് മൊത്തം കൺഫ്യൂഷനായി പോകും. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോണേ. പോർട്ട് ഡഗ്ലസ് എന്ന് പറയും. അടിപൊളി പ്ലേസ് ആട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കണ്ണിനൊക്കെ കുളിർമ തരുന്നൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ യാത്ര തുടങ്ങി. എവിടെ പോയാലും രാവിലെ തന്നെ നമ്മൾ ട്രിപ്പ് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൽ രമ്യയും ഗോപനും അതുപോലെ അരുണും ധന്യയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അവർ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. പോകുന്ന വഴികളൊക്കെ ഉണ്ടോ, എന്താ ഗ്രീനറി എന്ന് അറിയാമോ? ഇവിടുത്തെ ഒരു ഗ്രീനറിയുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയ എവിടെയും നമുക്ക് ഇത്രയ്ക്ക് പച്ചപ്പ് കാണാൻ പറ്റില്ല. അതിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ കെയ്ൻസ് ഫുള്ളൊരു ഉഷ്ണമേഖലാ സ്ഥലമാണ്. ചൂടാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഇവിടുത്തെ പച്ചപ്പ് നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ഒരു കളറാണ് ഇവിടുത്തെ പച്ചപ്പിന് കിട്ടുന്നത്. ബാക്കി ഓസ്ട്രേലിയ എവിടെയായാലും ഇവിടുത്തെ നേവിയുടെ യൂണിഫോമിൻ്റെ കളറുണ്ട്, ഒരു ഗ്രീൻ. അങ്ങനത്തെ ഒരു ഗ്രീൻ കളറാണ് എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. കെയ്ൻസിലാണ് ഇത്രയ്ക്ക് പച്ചപ്പുള്ളത്. പോകുന്ന വഴിയായാലും നല്ല അടിപൊളി റോഡുകളാട്ടോ. ഒരു സൈഡ് ഫുള്ള് സീയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മെൽബണിലുള്ളവർ വിചാരിക്കും മെൽബണിലെ ഗ്രേറ്റ് ഓഷൻ റോഡ് ഒരു ഡ്രൈവ് ഉണ്ട്, ആ ഡ്രൈവ് ആണെന്ന് വിചാരിക്കും. അത്രയും ഇല്ല, എന്നാലും ഏകദേശം സിമിലർ അങ്ങനെ തന്നെ വരും. പിന്നെ പോകുന്ന ഒരു അടിപൊളി ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്. ഈ ലുക്കൗട്ട് പോയിന്റിൽ ഇവിടെ മെയിനായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് ഹാങ് ഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. അതായത് കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വെച്ചാണ് നമ്മുടെ അരുണും ധന്യയും നമ്മളിവിടെ ജോയിൻ ചെയ്യണേ. അപ്പോൾ അവർ ഇവിടെ വെച്ച് ജോയിൻ ചെയ്തു. ഇനി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ എത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞാണേ രമ്യയും ഗോപനും. പിന്നെ പോകുന്ന വഴിയൊക്കെ നോക്കിയേ, സൈഡ് മൊത്തം തെങ്ങുകൾ കേട്ടോ. അതുപോലെ തന്നെ മാവ്, ശരിക്കും പക്ക കേരളം. നമുക്ക് ഓസ്ട്രേലിയയുടെ യാതൊരു ഫീലും നമുക്കിവിടെ കിട്ടില്ല. പിന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫുൾ ഏരിയ. അങ്ങനെ പോർട്ട് ഡഗ്ലസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടോ. ഒത്തിരി പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് സെൻറ്റ് മേരീസ് ബൈ ദ സീ എന്ന് പറഞ്ഞൊരു റോമൻ കാത്തലിക് ചർച്ച് ഉണ്ട്. ഏകദേശം ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു ചർച്ച. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ അവിടെ തന്നെ ഒരു ബാക്ക് പൈപ്പേഴ്സൊക്കെ ആയിട്ട് അവർ ചെറിയ ഡൊണേഷനൊക്കെ ആഗ്രഹിച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്. അവരോടെയാണ് നല്ല മനോഹരമായ പാട്ടുകളൊക്കെ കേൾക്കാം. പിന്നെ ആ ചർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ആ പഴമയുടെ ഒരു പ്രൗഢിയാണ് ആ ചർച്ചിൻ്റെ പ്രത്യേകത. അതിൻ്റെ ബാക്ക് സൈഡാണെങ്കിലോ അടിപൊളി സീ. തെങ്ങിൻ തോപ്പുകൾ കിടന്നിരിക്കുന്ന ആ കൊച്ചു പള്ളി കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. അതുപോലെ തന്നെ ചുറ്റുപാടോ അതിമനോഹരമാണ്. ഇവിടെ ഒത്തിരി ഹോളിവുഡ് സ്റ്റാർസിനൊക്കെ സ്വന്തമായിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചേ. അത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ വാങ്ങിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. രണ്ടായിരത്തി 21-22 സെൻസസ് പ്രകാരം ആകെ 3650 ആൾക്കാരാ ഈ പോർട്ട് ഡഗ്ലസ് എന്ന് പറഞ്ഞ ഈ ഏരിയയിൽ താമസിക്കുന്നുള്ളൂ. ബാക്കി മൊത്തം ടൂറിസ്റ്റുകളാണ്. ടൂറിസ്റ്റുകൾ വന്നിട്ടാണ് അവരുടെ മെയിൻ അട്രാക്റ്റീവ് സ്ഥലമുള്ളത്. പിന്നെ തെങ്ങൊക്കെ പറയണ്ട, നാട്ടിലുള്ള മച്ചിങ്ങയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് എത്ര വർഷത്തിന് ശേഷം കാണണമെന്ന് അറിയുമോ. പിന്നെ ആ ബോട്ടുകളൊക്കെ നോക്കി, ആ പണ്ടത്തെ രീതിയിലുള്ള ബോട്ടുകളും ഒരു രക്ഷയില്ല കേട്ടോ. കെയ്ൻസിലൊക്കെ വരാണ്ട് ഇവിടെ വരാണ്ട് ഒരു സ്ഥലത്തും പോരുത്. ഇനി രമ്യയും ഗോപനും വരും, അവരെ മാത്രമേ കാണാത്തുള്ളൂ. അവരോട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോറം സെറ്റായി. അതെ, കൊച്ചു വർത്താനം പറഞ്ഞ് രണ്ടുപേരും നടന്നിടന്ന് വരണ്ടേ. ഇപ്പം നമ്മൾ വന്ന സ്ഥലം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അടിപൊളി സീനറി ഉള്ളത്. ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ. പാർക്ക് ചെയ്ത ആ ഏരിയ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരണം. ഇവിടുത്തെ ആ ഒരു ബ്യൂട്ടി ഉണ്ടോ,
അത് ഇവിടെ തന്നെയാണ് നമ്മുടെ ഇവിടെ ന്യൂ ഇയറിനും അങ്ങനെ വലിയ വലിയ ഇവൻസുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു വലിയൊരു ഗ്രൗണ്ട് അത് അവിടെ വെച്ച് നടക്കണേ. കെയ്ൻസിൽ ട്രിപ്പ് വരാൻ പറ്റിയ പക്ക ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മെയ് ടു സെപ്റ്റംബറാണ്. ആ സമയത്തെ വെതർ എന്നൊക്കെ പറഞ്ഞില്ലേ അടിപൊളി കേട്ടോ. ഒരു 20 to 25 വരെയാണ് ആ വെതർ വരുള്ളൂ. ഡിസംബർ ജനുവരി ടൈമിലൊന്നും വന്നേക്കരുത്. ഞങ്ങൾ വന്ന സമയത്തൊക്കെ പറഞ്ഞില്ലേ മുട്ടൻ ചൂട് മാത്രമല്ല ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ താങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ വന്ന് നമുക്ക് കുറച്ച് കാറ്റൊക്കെ കിട്ടും. പിന്നെ ബീച്ചിലൊക്കെ നിന്ന് കളിക്കാൻ പിള്ളേർക്കൊക്കെ പക്ക സേഫാണ്, അതിനകത്തൊന്നും യാതൊരു കുഴപ്പം. പക്ഷേ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മെയ് ടു സെപ്റ്റംബറാണ്. അത് നിങ്ങളാരും മറക്കരുത്, ട്രിപ്പ് വരാൻ താല്പര്യമുള്ളവർ. ഇപ്പം കാണുന്ന മരം എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ആല്. എൻ്റെ പൊന്നോ, ഇത്രയും വലിയ ആൽമരമൊക്കെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഈ ആലിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇനി അടുത്തുള്ള അഭ്യാസം കളി. ഗോവനയുടെ നമ്മുടെ മുഖ്യ താരം പുള്ളി കാണിക്കണമെന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു തൂങ്ങിക്കിടക്കലാവുന്നുണ്ടേ പുള്ളി അണ്ണാങ്കുഞ്ഞ് ചേർന്ന പോലെ ചാടി മോളിൽ കയറി. കണ്ടു നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര അത്ഭുതം തോന്നു. അവരൊന്ന് ഒരു കൈ നോക്കി, പക്ഷെ എവിടെ നടപടിയാവാൻ. ഇതും കൂട്ടിനൊന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നടപടി ആവില്ല. അപ്പന് പേടിയല്ലേ, പിന്നെ മോനും കയറുമോ? മോനും അതിനത്ര തന്നെ പേടിയുണ്ടാവും. അങ്ങനെ നമ്മൾ ആ ഏരിയ എല്ലാം കവർ ചെയ്ത് തിരിച്ച് ഇനി ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഏകദേശം സമയം 1:30 സമയമായി. അപ്പോൾ നമ്മൾ ആ നിന്നതിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ട് കയറി നല്ല സെറ്റപ്പൊക്കെയാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ. ഇത്തരം പേർക്ക് കഴിക്കാനുള്ള ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ പൈസയ്ക്കുള്ള ഒരു മുതലുണ്ടായിരുന്നില്ല. ഈ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് എന്താവാനാ ഇത്തരം പേർക്ക്? പിന്നെ എല്ലാ ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം എന്ത് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിൽ രമ്യയും ഗോവനും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് വഴിയെ നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഈ ട്രിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ അടുത്തൊരു സ്പോട്ടാണിത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഫുള്ള് തെങ്ങുംതോപ്പ്. ഇത്തരം തെങ്ങുംതോപ്പൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ? പാലക്കാട് ഏരിയ കണ്ടു തോന്നുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഇത്ര സംഭവമൊന്നുമില്ല കേട്ടോ. കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ കേട്ടോ അല്ലേ. തെങ്ങ് നിറച്ചണം തേങ്ങയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഗോവനും രമ്യയും കറക്റ്റ് സ്പോട്ടിലെത്തി. എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ ഗോവൻ പ്ലാവുമ്പോൾ പിടച്ചേറാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നേരെ ചക്കയിടാണ്. ഇന്ന് വൈകുന്നേരം നമുക്ക് ചക്കപ്പുഴക്ക് ഉണ്ടാക്കിയേക്കാന്ന്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഒരു 3-4 ചക്ക പുള്ളി പറഞ്ഞ നേരം കൊണ്ട് സംഭവം താഴെ എത്തിച്ചു. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓസ്ട്രേലിയൻസിൻ്റെ വീടുകളിൽ ഇതേപോലെ ചക്ക മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചക്ക മാങ്ങ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അവരെന്തായാലും അവരുടെ വീട്ടിലുള്ള ചക്ക മാങ്ങ അവർ കഴിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ചക്ക വീട്ടിൽ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. മമ്മി നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് ചക്കയൊക്കെ കാണണേ. മെൽബണിൽ നമുക്കിങ്ങനെ ചക്കയൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ സന്തോഷത്തിൻ്റെ പുറത്ത് മമ്മിയോട് ചക്ക വെട്ടി കണ്ടിച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു പറഞ്ഞ നേരം കൊണ്ട്. പിന്നെ ഈതൻകൂടിനും അപ്പോസിനും കരിക്കും വെള്ളം വേണം. അപ്പോൾ ആദ്യത്തെ ദിവസം വന്നന്ന് കരിക്കൊക്കെ കൊടുത്താൽ രുചി പിടിച്ച കാരണം പിന്നെ കരിക്ക് വേണമെന്ന് പറഞ്ഞാൽ നേരെ കരിക്ക് പൊടിച്ച് എൻ്റെ വഴിക്ക് എനിക്കൊരു സന്തോഷമായിപ്പോയി. ഈ തേങ്ങ പൊതിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ര സുഖമുള്ള ഏർപ്പാടല്ല, എന്നാലും ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്ത കാരണം എനിക്കൊരു സന്തോഷം. എന്നാൽ പിന്നെ അവർക്കും കരിക്കൊക്കെ പൊടിച്ച് വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.
എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കെയ്ൻസിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Bye.